നമസ്കാരം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവഗുണ്ടാ സദസ്സാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. ദൂർത്തിന് ജനം മറുപടി നൽകും. നവകേരള സദസ്സിനെതിരെ ഷൊർണൂരിൽ UDFന്റെ വിചാരണാ സദസ്സ്. ഒറ്റപ്പാലം പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പ്. തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഒരു പ്രവർത്തനങ്ങൾക്കും കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് മുസ്ലിം ലീഗ്. KPCCക്കും പ്രതിപക്ഷ നേതാവിനും ലീഗ് കത്ത് നൽകി. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ സ്റ്റേഷന്റെ മുഖച്ഛായ മാറും. പ്ലാറ്റ്ഫോമുകൾക്ക് പൂർണ്ണമായും മേൽക്കൂരയും ആധുനിക സൗകര്യങ്ങളും ഒരുക്കും. രാജ്യത്തെ ഫെഡറലിസം തകർക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് KSTA പാലക്കാട് ജില്ലാ സമ്മേളനം. കോൺഗ്രസ് നേതൃത്വം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കെതിരായുള്ള UDF ഷൊർണൂർ മണ്ഡലം വിചാരണാ സദസ്സ് കുളപ്പുള്ളിയിൽ നടന്നു. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA വിചാരണാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സല്ല, നവഗുണ്ടാ സദസ്സാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിന് ബദലായാണ് UDF നിയോജക മണ്ഡല തലങ്ങളിൽ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഷൊർണൂർ മണ്ഡലം വിചാരണ സദസ്സ് കുളപ്പുള്ളിയിൽ വെച്ചാണ് നടന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനും എതിരെ എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച വിചാരണ സദസ്സ് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവഗുണ്ടാ സദസ്സാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. പോലീസ് വേഷത്തിലുള്ള ഗുണ്ടകളും അല്ലാതെയുള്ള ഗുണ്ടകളുമാണ് ആക്രമണം നടത്തുന്നതെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. 2-3 സ്റ്റെപ്പ് കയറുന്നതിനാണ് വണ്ടിയിൽ ലിഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു നില മാത്രമേ ഉള്ളൂ, ക്ലിഫ് ഹൗസ്. ലീഡർ K കരുണാകരൻ അവിടെ താമസിച്ചിട്ടുണ്ട്, EK നായനാർ താമസിച്ചിട്ടുണ്ട്, അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും താമസിച്ചിട്ടുണ്ട്. ഒരു നിലയുള്ള വീട്ടിൽ 35 ലക്ഷം രൂപ മുടക്കി ആദ്യം അവിടെ ലിഫ്റ്റ് സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിൽ ലിഫ്റ്റ് ഘടിപ്പിച്ചു. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതൊരു നവധൂർത്ത് യാത്രയാണ് എന്ന ആളുകൾ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും ഇത് നവഗുണ്ടാ സദസ്സാണ്. മുഖ്യമന്ത്രി ഒരുപറ്റം ഗുണ്ടകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ പ്രതിഷേധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മന്ത്രിമാർ പലരും യുവജന നേതാക്കന്മാരായിരുന്നില്ലേ? അവർ പ്രതിഷേധിച്ചിട്ടില്ലേ? അവർ സമരം ചെയ്തിട്ടില്ലേ? കേരളത്തിൽ പ്രതിഷേധം ആദ്യമായിട്ടാണ്. കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നത് ആദ്യമായിട്ടാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന KSU, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ഗുണ്ട ആക്രമണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വേഷത്തിൽ വരുന്ന ഗുണ്ടകളും അല്ലാതെയുള്ള ഗുണ്ടകളുമാണ്. ഇത് വല്ലാതെ ഇതൊന്നും കണ്ട് അഹങ്കരിക്കേണ്ട. ഈ അഹങ്കാരത്തിന്, ഈ ധിക്കാരത്തിന്, ഈ ധൂർത്തിന് ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും. സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മരക്കാർ മാരായമംഗലം, UDF ജില്ലാ കൺവീനർ P ബാലഗോപാൽ, KKA അസീസ്, VKP വിജയനുണ്ണി, ഷൊർണൂർ വിജയൻ, O വിജയകുമാർ, P കൃഷ്ണകുമാർ, T ഹരിശങ്കർ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരും മറ്റു നേതാക്കളും പങ്കെടുത്തു. ഒറ്റപ്പാലം പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗുമായി കോൺഗ്രസ് കൂടിയാലോചനകൾ നടത്തിയില്ലെന്നാരോപിച്ച് KPCC പ്രസിഡന്റിന് മുസ്ലിം ലീഗ് കത്ത് നൽകി. CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ കോൺഗ്രസ് സഹായിക്കുന്നുവെന്ന ആരോപണവും കത്തിൽ ഉണ്ടെന്നാണ് വിവരം. പാലാട്ട് റോഡ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തി കത്ത് നൽകിയിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ലെന്നും UDF യോഗം ചേർന്നില്ലെന്നും കത്തിൽ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിൽ ലീഗ് ഓഫീസ് പ്രവർത്തിച്ചിട്ടും വേണ്ട ചർച്ചകൾക്ക് പോലും ലീഗിനെ ഉൾപ്പെടുത്തിയില്ലെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ഇത്തവണ ലഭിച്ചില്ല. ഇത് കനത്ത പരാജയത്തിന് കാരണമായതായും കത്തിൽ പറയുന്നതായാണ് വിവരം.
കൂടാതെ CPM-നെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായ ആരോപണവും കത്തിലുണ്ടെന്നാണ് വിവരം. KPCC പ്രസിഡന്റിന് പുറമെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ MP എന്നിവർക്കും ലീഗ് കത്ത് നൽകിയിട്ടുണ്ട്. BJP-യുടെ വളർച്ചയുടെ ആശങ്കയും കത്തിൽ സൂചിപ്പിച്ചതായാണ് വിവരം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് തച്ചമ്പാറയിൽ തുടങ്ങി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം PSCക്ക് വിടുക, മാനേജർമാരുടെ ശിക്ഷണാധികാരം എടുത്തുകളയുക, ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. ശനിയാഴ്ച രാവിലെ സുധാകരൻ മാസ്റ്റർ നഗറിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് T ജയപ്രകാശ് പതാക ഉയർത്തി. കോൺഗ്രസിന്റെ നേതൃത്വം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന ട്രഷറർ P നന്ദകുമാർ MLA പറഞ്ഞു. നെഹ്റു തന്റെ ആത്മകഥയിൽ പറഞ്ഞത് ദേശീയ കുപ്പായമണിഞ്ഞ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടെങ്കിലും നേതൃത്വം കീഴ്പ്പെട്ടില്ലെന്നാണ്. ഇന്ന് നേതൃത്വമാണ് വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. BJP-യുടെ ഹിന്ദുത്വ നിലപാടുകളോടെ കിടപിടിക്കുന്ന മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് ഇറക്കിയത്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ ചാഞ്ചാട്ടമാണ് മുന്നണിയുടെ ദൗർബല്യമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞാനിപ്പോൾ നെഹ്റുവിൻ്റെ ആത്മകഥ പിന്നെ എന്നുള്ളൊരു ഭാഗം പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാനിവിടെ വരുമ്പോൾ നോക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വർഗീയതയുടെ വിളയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമുണ്ട്. ആ വർഗീയത വിളയാട്ടം എന്ന് പറയുന്ന ലേഖനത്തിലും നെഹ്റു പറഞ്ഞത് ഒറ്റ വരി ഞാൻ പറയുന്നത്, അനേകം കോൺഗ്രസുകാർ ദേശീയ കുപ്പായമണിഞ്ഞ വർഗീയവാദികളായിരുന്നു. എന്നാൽ നേതൃത്വം ഒരിക്കലും വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടുന്നിട്ടില്ല. അവർ ശക്തമായ തീരുമാനമെടുത്തു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏകദേശം 943 മറ്റോ തോന്നുന്നു നെഹ്റു ഈ ആത്മഹത്യക്കാരുടെ ലേഖനം എഴുതി. അന്ന് നെഹ്റു പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ കുപ്പായമണിഞ്ഞ വർഗീയവാദികൾ എന്ന് നെഹ്റു ഉപയോഗിച്ചു. അത് അണികളായിരുന്നു, ഞങ്ങളതിന് കീഴ്പ്പെട്ടില്ല നെഹ്റു പറഞ്ഞത്. ഇന്നോ നേതൃത്വം കീഴ്പ്പെട്ടിരിക്കുകയാണെന്ന പ്രത്യേകത. അതാണ് കോൺഗ്രസിന്. അതാണ് ഭോപ്പാൽ റാലി വന്നപ്പോൾ അത് വേണ്ടാതെ വെക്കാൻ തീരുമാനമെടുത്തത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതൃത്വമാണ് റാലി ക്യാൻസലാക്കാൻ തീരുമാനം. ഈ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നമ്മൾ കാണണം. അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ അകത്തും ഇതിൽ ചാഞ്ചാട്ടമുണ്ടായി. പാർലമെന്റിനകത്ത് DMK-യുടെ MP സാധാരണ തമാശ പറയും പോലെ ഒരു പ്രസംഗം നടത്തി. നിങ്ങളൊക്കെ ഗോമൂത്ര സ്റ്റേറ്റിൻ്റെ ഏറ്റവും വന്നവരാണ്, അതിന് നിങ്ങൾ കൊടുത്തായില്ല. അതൊരു കേഷറായിട്ടുള്ള പറച്ചിലായിരുന്നു. അവിടെ ചാടി എഴുന്നേറ്റ് ആരാന്ന് പറയൂ. സമാജ്വാദി പാർട്ടിയുടെ MP അദ്ദേഹം പറഞ്ഞു, പരസ്യമായിട്ട് മാപ്പ് പറയണം. ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി ഈ മൃദുഹിന്ദുത്വ ലൈനിലേക്ക് ശക്തമായിട്ട് വരാൻ പോകുന്ന തെളിവാണ് ഈ സംബന്ധിച്ചത്. ഇതാണ് പ്രതിപക്ഷത്തിന്. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും M ഗീതു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് T ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. K ശാന്തകുമാരി MLA, സംസ്ഥാന സെക്രട്ടറി K ബദറുന്നിസ, ജില്ലാ സെക്രട്ടറി K മഹേഷ്, ജില്ലാ സെക്രട്ടറി R മഹേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറും. അമൃത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വികസന പ്രവൃത്തികൾ അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത്. 8.5 കോടി രൂപ കണക്കാക്കിയ പദ്ധതിയുടെ വിവിധ വികസന പ്രവൃത്തികൾ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. പ്ലാറ്റ്ഫോമുകളുടെ നീളത്തിനനുസരിച്ച് മേൽക്കൂരകൾ ഇല്ലാത്തത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വലിയ പോരായ്മയാണ്. ഇത് പരിഹരിക്കാൻ പുതുതായി മേൽക്കൂരകൾ സ്ഥാപിക്കും. പ്രധാന കെട്ടിടത്തിന്റെ പൂമുഖ മണ്ഡപം പൊളിച്ചു നീക്കി പൂമുഖ മണ്ഡപം കൂടുതൽ വലുപ്പത്തിൽ നിർമ്മിക്കും. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളുടെ ക്രോസിംഗ് സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം. ഈ പാതയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്നതും പോകുന്നതുമായ സ്റ്റേഷൻ കൂടിയാണ് അങ്ങാടിപ്പുറം. നിലമ്പൂർ ഷൊർണൂർ നിലമ്പൂർ ട്രെയിനുകൾ, കോട്ടയം പാസഞ്ചർ, രാജറാണി എക്സ്പ്രസ് ഉൾപ്പെടെ ദിനംപ്രതി 14 ട്രെയിനുകൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്നുണ്ട്. അങ്ങാടിപ്പുറം FCI ഡിപ്പോയിലേക്ക് വാഗണുകളിലെത്തുന്ന ഭക്ഷ്യധാന്യവും മറ്റും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് ഇറക്കിയാണ് ഗോഡൌണിലേക്ക് മാറ്റുന്നത്. സ്റ്റേഷനിലെ 1ഉം 2ഉം പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് നിലവിൽ ഒരു മേൽനടപ്പാലം മാത്രമാണുള്ളത്. യാത്രക്കാരുടെ സൗകര്യത്തിന് ഒരു മേൽനടപ്പാലം കൂടി നിർമ്മിക്കും. നിലവിലെ വിശ്രമ കേന്ദ്രത്തിന് പുറമെ ആധുനിക രീതിയിൽ ഒരു വിശ്രമ കേന്ദ്രം കൂടി നിർമ്മിക്കും. ഇരിപ്പിടങ്ങളെല്ലാം നവീകരിക്കും. പുതിയ ശുചിമുറികളും ഒരുക്കും.
റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അനുബന്ധ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വികസന പ്രവൃത്തി. 3.5 മീറ്റർ മാത്രം വീതിയുള്ള റോഡ് 8 മീറ്റർ വീതി കൂട്ടി നിർമ്മിക്കും. ഇതിന്റെ ഭാഗമായുള്ള ഓടയുടെ നിർമ്മാണം നടന്നുവരികയാണ്. പാർക്കിംഗ് ഷെഡും മറ്റും നീക്കം ചെയ്ത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം വിപുലീകരിക്കും. ഇവിടെ പൂന്തോട്ടമൊരുക്കി മോടി പിടിപ്പിക്കും. വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 100 മീറ്റർ നീളത്തിലും 25 മീറ്റർ വീതിയിലും വിസ്തൃതിയും കണക്കാക്കി സൗകര്യവും ഇതിനായി മരങ്ങൾ മുറിച്ചു മാറ്റി. റെയിൽവേ പാളത്തോട് ചേർന്ന സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചു വരികയാണ്. FCI ഡിപ്പോയിലേക്കുള്ള റോഡ് 2 വരി പാതയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FCI റോഡ് വികസിപ്പിച്ചാൽ ഈ റോഡിനെ ആശ്രയിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് ഏറെ സൗകര്യമാകും. ഈ ഭാഗത്ത് മേൽനടപ്പാലം കൂടി വന്നാൽ ആളുകൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്ന സ്ഥിതി ഒഴിവാക്കാനാകും. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികൾ അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിലെ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളും നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ കാടുമൂടിയ തെങ്കര കനാൽ വൃത്തിയാക്കി തുടങ്ങി. തെങ്കര പഞ്ചായത്തിലെ കരിമ്പൻകുന്ന് മുതൽ ചിറപ്പാടം വരെയുള്ള ഭാഗമാണ് മണ്ണുമാന്തി ഉപയോഗിച്ച് വൃത്തിയാക്കിയത്. കനാലിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് നേരത്തെ വാർത്ത നൽകിയിരുന്നു. സമയാസമയങ്ങളിൽ വൃത്തിയാക്കാത്തത് മൂലം കനാൽ കാടുമൂടിക്കിടന്നതാണ് വാർത്തയായത്. നേരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കാട് വെട്ടി വൃത്തിയാക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് നടത്താനായില്ല. ഇതോടെ കനാൽ പൂർണ്ണമായും കാടുമൂടി. മലമ്പാമ്പ് ഉൾപ്പെടെ കനാലിൽ വിഹരിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലായി. ജലസേചനത്തിനു പുറമെ കുളിക്കാനും കാലികളെ കുളിപ്പിക്കാനും നാട്ടുകാർ കനാൽ ഉപയോഗിച്ചിരുന്നു. കാടുമൂടി ഇഴജന്തുക്കൾ താവളമാക്കിയതോടെ കനാലിൽ ഇറങ്ങാൻ കഴിയാതെയായി. മാധ്യമങ്ങളിൽ വാർത്ത വരികയും കർഷകരുടെ നിരന്തര സമ്മർദ്ദവും ആയതോടെ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പ് കനാൽ വൃത്തിയാക്കാൻ തുക അനുവദിക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ അനുവദിച്ച തുക കൊണ്ട് വലതു കനാൽ പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയില്ല. ചിറപ്പാടം വരെ മാത്രമേ അനുവദിച്ച തുക കൊണ്ട് വൃത്തിയാക്കാൻ കഴിയൂവെന്നാണ് കരാറുകാരൻ അറിയിച്ചത്. ചിറപ്പാടം മുതൽ കാഞ്ഞിരപ്പുഴ വരെ വൃത്തിയാക്കിയാലേ താഴ്ഭാഗത്ത് കനാൽ വെള്ളം എത്തുകയുള്ളൂ. വേനൽ കനക്കുന്നതോടെ കനാൽ തുറക്കേണ്ടി വരും. നിലവിൽ നെൽകൃഷി ഉൾപ്പെടെയുള്ള തെങ്കരയിലെ കൃഷിയെ ഉണക്ക് ബാധിച്ചിട്ടില്ലെങ്കിലും അധികം വൈകാതെ ഉണങ്ങിത്തുടങ്ങും. അതിനു മുൻപ് കനാൽ പൂർണ്ണമായും വൃത്തിയാക്കി വെള്ളം തുറന്നുവിടണമെന്ന് തങ്ങളുടെ ആവശ്യമെന്ന് കർഷകരുടെ പ്രതിനിധി വട്ടോടി വേണുഗോപാൽ പറഞ്ഞു. നമ്മളുടെ തെങ്കര പ്രദേശത്ത് ഒരു കാലത്ത് താലൂക്കിൻ്റെ നെല്ലറയെന്ന് തന്നെ വിശേഷിപ്പിക്കാമായിരുന്നു. ഇന്നിപ്പോൾ നെൽകൃഷി വളരെ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കൃഷിക്കാർക്ക് ഇപ്പം വെള്ളം കിട്ടേണ്ട സമയമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴക്കാലം ഈ വർഷം കുറച്ച് മഴ നീണ്ടു കിട്ടിയ കാരണം ഇപ്പോൾ വെള്ളത്തിന് വലിയ ക്ഷാമമില്ലെങ്കിൽ പോലും ഉണക്ക് ബാധിച്ചു തുടങ്ങി. ഈ സമയത്ത് വെള്ളം കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും കനാലുകൾ വെട്ടി വൃത്തിയാക്കി വെള്ളം വരുന്ന രീതിയിൽ ചെയ്തിടേണ്ടതായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ അത് ഹിറ്റാച്ചി ഉപയോഗിച്ച് കുറച്ച് ഭാഗം ഏതാണ്ട് 2-3 കിലോമീറ്റർ ദൂരം ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അത് മാത്രം പോരാ. കാഞ്ഞിരപ്പുഴ മുതൽ വലത് കനാൽ ഫുള്ളായിട്ട് വൃത്തിയാക്കി കാട് വെട്ടി വൃത്തിയാക്കി വെള്ളം വിട്ട് കൃഷിക്കാരെ കൃഷി സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. OBM ലോഹിതദാസ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവൽ 2023 സീസൺ 6 രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2 കാറ്റഗറികളിൽ 20ഓളം അവാർഡുകളും 50,000 രൂപയുടെ ക്യാഷ് പ്രൈസുമാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൺ ബ്രിഡ്ജ് മീഡിയ ലോഹിതദാസ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവൽ 2023 സീസൺ 6 ഭാഗമായുള്ള രജിസ്ട്രേഷനാണ് ആരംഭിച്ചത്. ഷോർട്ട് ഫിലിം, മ്യൂസിക് വീഡിയോ എന്നീ 2 കാറ്റഗറികളിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത്. 20ഓളം അവാർഡുകളും 50,000 രൂപ ക്യാഷ് പ്രൈസും നൽകുമെന്ന് ചെയർമാൻ GK ഒറ്റപ്പാലം പറഞ്ഞു. നമ്മൾ അതിൽ 3 വർഷവും ഫിസിക്കലിയാണ് നടത്തിയത്. 2 വർഷം കൊറോണ സമയത്ത് ഓൺലൈനായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫിസിക്കലിയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി അവസാന ഭാഗത്തോടു കൂടിയിട്ട് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ഒരു വർണ്ണാഭമായ ചടങ്ങിൽ വെച്ചിട്ട് ഇതിൻ്റെ അവാർഡുകൾ വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ കരുതുന്നത്. 2 കാറ്റഗറിയാണ് ഇപ്രാവശ്യമുള്ളത്, ഷോർട്ട് ഫിലിമും മ്യൂസിക് വീഡിയോയും. അതിനകത്ത് ഏകദേശം 20ഓളം അവാർഡുകളും ടോട്ടൽ ക്യാഷ് പ്രൈസ് ഒരു 50,000 രൂപയും കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻട്രി ഫീസ് 1000 രൂപയാണ്. കഴിഞ്ഞ 3 സീസണായിട്ടും നമ്മൾ 1000 രൂപ തന്നെയാണ്
എൻട്രി ഫീസ് വെക്കുന്നത്. അവാർഡ് ഫംഗ്ഷൻ ഉണ്ടാകും. ജൂറി ചെയർമാനായിട്ടുള്ളത് മധുബാൽ സാറാണ്. ഷോർട്ട് ഫിലിമുകൾ മാക്സിമം 30 മിനിറ്റ് ദൈർഘ്യവും മ്യൂസിക് വീഡിയോകൾ 10 മിനിറ്റുമാണ് പരിഗണിക്കുക. ഡിസംബർ 31 വരെ മത്സരാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. അഭിനേതാവും സംവിധായകനുമായ മധുപാലാണ് ജൂറി ചെയർമാൻ. 2024 ജനുവരി അവസാന വാരം ഒറ്റപ്പാലത്ത് വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. ജൂറി പരാമർശങ്ങൾ നേടിയതും വിജയിച്ചതുമായ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും അവസാന ദിവസം പ്രദർശിപ്പിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ നിതീഷ് ഉണ്ണികൃഷ്ണൻ, ഫെസ്റ്റിവൽ സെക്രട്ടറി VM ഋഷികേഷ് എന്നിവരും പങ്കെടുത്തു. നെല്ലായ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹോം കെയർ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് പേങ്ങാട്ടിൽ വെച്ച് നടന്നു. സൊസൈറ്റി ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ KB സുഭാഷ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. നെല്ലായ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്കുള്ള ഗൃഹപരിചരണത്തിനാണ് പുതിയ വാഹനം വാങ്ങിയത്. ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ് അധ്യക്ഷനായി. സൊസൈറ്റി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി, ട്രഷറർ C ബാബു, CPM നെല്ലായ ലോക്കൽ സെക്രട്ടറി MP ശിവശങ്കരൻ, നെല്ലായ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ I ഷാജു, ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ മുപ്പത്ത് മോഹനൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വസന്ത, സൊസൈറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല യജ്ഞേശ്വരം വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 10ാമത് വാർഷിക സമ്മേളനം ഡിസംബർ 23, 24, 25 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യത്യസ്തമായ പരിപാടികളാണ് 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ ആചാര്യന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 1000 അമ്മമാർ പങ്കെടുക്കുന്ന ഹരിനാമ കീർത്തനം, ആധ്യാത്മിക സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, മാതൃസമ്മേളനം, യുവജന സമ്മേളനം, ലക്ഷദ്വീപ് പ്രജ്വലനം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഡിസംബർ 23 രാവിലെ 6 ആചാര്യ ഗോവിന്ദ പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ബൃഹത് അഗ്നിഹോത്രം നടക്കും. 9:30 1000 അമ്മമാർ പങ്കെടുക്കുന്ന സദ്ഗമയ സത്സംഗ സമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനം നടക്കും. 11 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് വിനയഗോപാൽ TK അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 4:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ സംവിധായകൻ രാമസിംഹൻ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ TG വിജയകുമാർ അധ്യക്ഷത വഹിക്കും. സമ്മേളനശേഷം മാളവിക ബിനീഷ് മേഴത്തൂരിൻ്റെ ഓട്ടൻതുള്ളലും അരങ്ങേറും. ഡിസംബർ 24 രാവിലെ 10:30 മാതൃസമ്മേളനം, വൈകുന്നേരം 4:30 സാംസ്കാരിക സമ്മേളനം, 25 നാമജപഘോഷയാത്ര, യുവജന സമ്മേളനം, വൈകിട്ട് സമാപന സഭ, ലക്ഷദ്വീപ് സമർപ്പണം എന്നിവയും നടക്കും. ഈ സമ്മേളനം 3 ദിവസങ്ങളായിട്ട് നടത്താറുള്ളത്. ഈ വർഷം വളരെ വിപുലമായി തന്നെ, കാരണം 10ാമത്തെ വർഷമായതുകൊണ്ട് വളരെ വിപുലമായി തന്നെയാണ് ഈ വർഷത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷങ്ങളും സാധാരണ ഓരോ ദിവസം 2 പ്രഭാഷണം ഉണ്ടാകാറുള്ളത്. ഈ വർഷം ത്രൂ ഔട്ട് ദ ഡേ, രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരേക്കും പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഭക്ഷണ സംവിധാനങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 23-ാം തീയതി കാലത്ത് അഗ്നിഹോത്രത്തോടു കൂടിയിട്ടാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. അതിനുശേഷം ധ്വജാരോഹണം ഉണ്ടായിരിക്കും. പിന്നെ രാവിലെ 9 മണിക്ക് 1000 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഹരിനാമ കീർത്തനം, ഒന്നിച്ചിരുന്ന് ഹരിനാമ കീർത്തനം ആരംഭിക്കുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. അത് നടത്തുന്നത് ശ്രീ പ്രസാദ് പുളിക്കൽ ആചാര്യ സ്ഥാനം വഹിച്ചുകൊണ്ടുള്ള സദ്ഗമയ സത്സംഗ സമിതി പെരിങ്ങോട് കേന്ദ്രമാക്കിയിട്ടുള്ള ആ സംഘടനയുടെ കീഴിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 1000 അമ്മമാര് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ TG വിജയകുമാർ നെല്ലിക്കാട്ടിരി, TK വിനയഗോപാൽ, രവീന്ദ്രൻ വെളിച്ചപ്പാട് ആലൂർ, EV സുരേഷ് കൊടുമുണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തച്ചനാട്ടുകര നാട്ടുകൽ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി ആഘോഷിച്ചു. തന്ത്രി ആമയൂർ മനയ്ക്കൽ, വലിയ നാരായണൻ ഭട്ടതിരി, മേൽശാന്തി വൈഷ്ണവ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, താലപ്പൊലി കൊട്ടിയറിയിക്കൽ എന്നിവ നടന്നു. വൈകിട്ട് മാണിക്കപ്പറമ്പ്, നെടുമ്പാറക്കളം,
കിഴക്കൻ പടിഞ്ഞാറൻ ദേശവേലകളുടെ ഗ്രാമപ്രദക്ഷിണം, കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ആന, മേളം, ശിങ്കാരിമേളം, പൂതൻ, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവ വേലകൾക്ക് കൊഴുപ്പേകി. രാത്രി കല്ലൂർ രാമൻകുട്ടിമാരാരുടെ തായമ്പക, പുലർച്ചെ ആലിൻചുവട്ടിലേക്ക് നടന്ന താലപ്പൊലി എഴുന്നള്ളിപ്പ്, അരിയേറ്, മഞ്ഞൾപ്പൊടി തൂവൽ എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വനിതാ വ്യവസായ കോംപ്ലക്സുകൾ വാടകയ്ക്ക് നൽകുന്നു. വനിതകൾക്ക് പകുതി വാടക മാത്രം നൽകിയാൽ മതി. എടത്തനാട്ടുകര കൊടിയംകുന്നിൽ വർഷങ്ങളായി കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയാണ്. 2012 നിർമ്മാണം തുടങ്ങി 2015 ഉദ്ഘാടനം ചെയ്തതാണ് എടത്തനാട്ടുകര കൊടിയംകുന്നിലെ വ്യവസായ കോംപ്ലക്സ്. 2018 പ്രളയത്തിൽ പൊൻപാറ, ഓടക്കുളം, ഉപ്പുകുളം ആദിവാസി കോളനിയിലേക്ക് 19 കുടുംബങ്ങളെ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കൈരളിപ്പടിയിൽ വീട് നിർമ്മിച്ചതോടെ 2021 ഇവർ അവിടേക്ക് മാറി. തുടർന്ന് കെട്ടിടത്തിൽ ആളനക്കം ഇല്ലാതായതോടെ മുറ്റത്ത് പുല്ല് കയറി തുടങ്ങി. വിവിധ കാര്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. കൊടിയംകുന്നിലെ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കെട്ടിടങ്ങൾ കുടുംബശ്രീ, SC/ST വിഭാഗം, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകാൻ അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് വി പ്രീത അറിയിച്ചു. വനിതകൾക്ക്, കുടുംബശ്രീ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അത് തുറന്നു കൊടുക്കുന്നതാണ് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ, നടപടികളൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വനിതകൾക്ക് പകുതി വാടക മാത്രം നൽകിയാൽ മതിയാകും. എടത്തനാട്ടുകരയിലെ കൂടാതെ നെല്ലിപ്പുഴ, ആര്യമ്പാവ്, കല്ലടിക്കോട്, കാഞ്ഞിരാനി, ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള മുറികളാണ് ഒഴിവുള്ളത്. ബെസ്റ്റ് ഡീഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന വൈദ്യ ഗവേഷണ ശാസ്ത്ര സെമിനാറും സമാദരണ സദസ്സും ഡിസംബർ 22 മംഗലാംകുന്നിൽ നടക്കും. മംഗലാംകുന്ന് ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നടക്കുന്ന പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുട്ടികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമാന്ദ്യം, സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങി നിരവധിയായ രോഗങ്ങളെയും മറ്റ് അപൂർവ രോഗങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്തുകയും ചികിത്സ ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1.5 വർഷം മുൻപ് ആരംഭിച്ച AIMRCയുടെ പ്രഥമ സെമിനാറാണ് മംഗലാംകുന്നിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെയാണ് സെമിനാർ. ഉദ്ഘാടന പരിപാടിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സുരേഷ് K. ഗുപ്തൻ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത് മുഖ്യാതിഥിയാവും. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, കുമാരിയമ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികളായ പ്രൊഫസർ ഡോക്ടർ സുരേഷ് K. ഗുപ്തൻ, മുഹമ്മദ് അലി AK, രാജേന്ദ്രൻ, ശ്രീകൃഷ്ണപുരം മുൻ പഞ്ചായത്ത് മെമ്പർ വിജയകുമാരി എന്നിവർ പറഞ്ഞു. 100 കണക്കിന് സിസ്റ്റം ഓഫ് മെഡിസിനെ പരിചയപ്പെടുത്തുകയും പ്രത്യേകിച്ച് പ്രകൃതി ചികിത്സ, ആയുർവേദ, സിദ്ധ, യുനാനി, അക്യുപങ്ചർ, അക്യുപ്രഷർ, റിഫ്ലക്സോളജി, ഓരിക്കുലോതെറാപ്പി, ട്രൈബൽ വൈദ്യം, പാരമ്പര്യ നാട്ടുവൈദ്യം, ഇതിനെല്ലാം അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയുണ്ട്. പക്ഷേ എമർജൻസിക്ക്, ഒരു അത്യാഹിതത്തിന് അലോപ്പതി തന്നെയാണ് നമ്പർ 1. അതും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേശീയ സമ്മേളനം ഡിസംബർ 22 എല്ലാവരും, പ്രത്യേകിച്ച് ഈ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ മുഴുവൻ ആളുകളും കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് ദുരിതമടിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി, എളിമയോടെ ഞങ്ങൾ ഈ സംഘടനയുടെ ഭാരവാഹികളും ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. അയോധ്യയിൽ നിന്നും കൊണ്ടുവന്ന അക്ഷത കലശം ഒറ്റപ്പാലം ജില്ലയിലെ 8 ഖണ്ഡുകളിലെ സംയോജകർക്ക് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് കൈമാറി. ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരിയാണ് കലശം കൈമാറിയത്. 2024 ജനുവരി 22 അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും സമ്പർക്കം നടത്തുമ്പോൾ ലഘുലേഖയോടൊപ്പം നൽകുന്നതിനായാണ് അയോധ്യയിൽ നിന്നും കൊണ്ടുവന്ന അക്ഷത കലശം ഒറ്റപ്പാലം സംഘ ജില്ലയിലെ 8 ഖണ്ഡുകളിലെ സംയോജകർക്ക്
പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരി കൈമാറിയത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റും വിശ്വ ഹിന്ദു പരിഷത്തും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രാന്തീയ സഹസമ്പർക്ക പ്രമുഖ് CC ശെൽവൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ സംഭാവന ഭാരതം കൊടുത്തിട്ടുള്ളത് ധർമ്മമാണ്. അപ്പോൾ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഒന്ന് വിശദീകരിക്കണമെങ്കിൽ വളരെയധികം ദിവസങ്ങളെടുക്കും. എന്നാലും ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അത്ര വലിയൊരു ശബ്ദത്തെ വെറും 2 വാക്കിൽ 2 അക്ഷരത്തിൽ പറഞ്ഞിരിക്കുകയാണ് ധർമ്മം. പക്ഷെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു, ഈ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ ഋഷിമാർ പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ളതാണ്. ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് ജയറാം, സഹസംഘചാലക് പ്രകാശ്, വിഭാഗ് സംയോജക് K സുധീർ, MP കൃഷ്ണകുമാർ, ജില്ലാ കാര്യവാഹ് K സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് അജിത് ശ്രീധരൻ, കൂവെ രമേശ്, ശശികുമാർ, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. R രാജീവ് സ്വാഗതവും ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. RSSന്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും പ്രധാന കാര്യകർത്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. എലംകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാന്ത്വന കേന്ദ്രത്തിന് ഫാദർ ഡേവിസ് ചിറമൽ തറക്കല്ലിട്ടു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പുതുമന പുരുഷോത്തമൻ നമ്പൂതിരി പ്രവർത്തന വീഡിയോ അവതരിപ്പിച്ചു. എഞ്ചിനീയർ അമീർ പാതാരി നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ 3D പ്ലാൻ അവതരിപ്പിച്ചു. ഡോക്ടർ PP വേണുഗോപാലൻ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, സിദ്ദിഖ് പറമ്പൻ, ഹൈറുനീസ, നല്ലകത്ത് ഷൗക്കത്ത്, NP ഉണ്ണികൃഷ്ണൻ, അനിത പള്ളത്ത്, MR മനോജ്, VP വാസുദേവൻ, മോഹൻ ചെറുകര, AK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യ വാർത്തകൾ. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുമായി ഫാഷൻ ജിംഗിൾസിന്റെ ഉദ്ഘാടനം നടന്നു. പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ അൽജോ കുറ്റിക്കാടൻ ഓഫറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ഫാഷൻ ജിംഗിൾ എന്ന പേരിലാണ് കസ്റ്റമേഴ്സിനായി ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ അൽജോ കുറ്റിക്കാടൻ ഫാഷൻ ജിംഗിൾസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം മാനേജർ ജിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മോബേഷ് ടി, സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്തു. ഒരു പുതിയ ഓഫർ ഈ ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾ നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, മുൻപ് ഈ പട്ടാമ്പി പ്രദേശത്തൊന്നും ഇതുപോലെ ഒരു ക്രിസ്തുമസിനോടനുബന്ധിച്ചൊന്നും ഇതുപോലെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു തുണി പോലും ഇവിടെ കാണുന്നില്ല, സാധാരണ കാണാറില്ല. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്നിപ്പോ പട്ടാമ്പിയിലെ ഇത്തരത്തിലെ ഒരു ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഓഫറുകളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ക്രിസ്തുമസ് ദിനത്തിലെ ഈ ഒരു സമയങ്ങളിലെ ഈ ഒരു കാലഘട്ടത്തിലെ ഇത്തരത്തിലൊരു ഫാഷൻ ജിംഗിൾസ് എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ ഒരു പദ്ധതി ഏറ്റവും വിജയകരമാക്കിയിട്ട് നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. വ്യത്യസ്തമായ ഓഫറുകളാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്നത്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകുന്നു. 5000 രൂപയുടെ പർച്ചേസിന് 1000 രൂപയുടെ പർച്ചേസ് വൗച്ചറും 10000 രൂപയുടെ പർച്ചേസിന് 2000 രൂപയുടെ പർച്ചേസ് വൗച്ചറും സൗജന്യമായി നൽകുന്നു. പർച്ചേസ് വൗച്ചറിൽ യാതൊരു നിബന്ധനകളുമില്ലാതെ ഈ സംഖ്യയ്ക്ക് ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പുതിയ ക്രിസ്തുമസ് കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലും വസ്ത്രങ്ങൾ ലഭ്യമാണ്. ട്രെൻഡി വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. മികച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ കളക്ഷനുമായി വിപുലമായ ലേഡീസ് വെയർ വിഭാഗവും വിവിധ ശ്രേണികളിലായി ഏറ്റവും പുതിയ കളക്ഷനോടുകൂടിയ സാരി വിഭാഗവും
എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഒന്നിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും മികച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ കളക്ഷനോടുകൂടിയ കിഡ്സ് വെയർ വിഭാഗവും ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും പ്രമുഖ വ്ളോഗർ ബാസിം സ്പ്ലേറ്റും ചേർന്ന് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനായി ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ ഭാഗ്യശാലിയായത് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിനി ഷംന ഹാഷിം. 1 ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണ പ്ലേറ്റ് ഷംന ഹാഷിമിന് സമ്മാനിച്ചു. പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രൊമോഷൻ്റെ ഭാഗമായാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ സമ്മാന പദ്ധതി ഒരുക്കിയത്. പ്രമുഖ വ്ളോഗർ ബാസിം പ്ലേറ്റിൻ്റെയും പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്തു. ഇവരിൽ നിന്നും ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി ഷംനാണ് ഭാഗ്യശാലിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാസിം പ്ലേറ്റിൻ്റെ സ്ഥിരം ഫോളോവറായ ഷംന പോസ്റ്റ് കണ്ട ഉടൻ ഷെയർ ചെയ്ത് 5 പേരെ നിർദ്ദേശിച്ച് സ്റ്റോറി ഇടുകയായിരുന്നു. അങ്ങനെ 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ പ്ലേറ്റും സമ്മാനമായി ലഭിച്ചു. ബാസിദ്, പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് പാർട്ട്ണർമാരായ ഷിബി വള്ളൂരാൻ, നെസി വള്ളൂരാൻ, ബാസിം നാലകത്തെ എന്നിവർ ചേർന്ന് സ്വർണ്ണ പ്ലേറ്റ് ഷംന ഹാഷിമിന് സമ്മാനിച്ചു. ഞാനൊരു ഗീവ് അവേ വെച്ചായിരുന്നു പോപ്പുലർ ജ്വല്ലറി ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളെ പ്രൊഫൈലും പോപ്പുലർ ജ്വല്ലറി ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപയുടെ സ്വർണ്ണപാത്രം, ഞാൻ എൻ്റെ പേജിൻ്റെ പേര് ബാസിം പ്ലേറ്റ് എന്നാണ്, അപ്പോൾ ആ പ്ലേറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ 1 ലക്ഷം രൂപ വെറുത്ത് വരുന്ന ഒരു സ്വർണ്ണപാത്രമായിരുന്നു അത്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്ന ആലപ്പുഴ സ്വദേശിയായ ഷംന ഹാഷിമിനാണ്. അപ്പോൾ ആളിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഷംനോടെ ചോദിച്ചു നോക്കാം, സന്തോഷമായിക്കൂടെ കിട്ടിയതെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ബാസിം പ്ലേറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഗീവ് അവേ കണ്ടപ്പോൾ മിക്കതും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ്. പിന്നെ റിസൾട്ട് വന്നിട്ട് ഞാൻ വിന്നർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അൽഹംദുലില്ലാ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഗോൾഡ് ഷോപ്പിലൊക്കെ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യം ഡിസൈൻസൊക്കെ പക്കാൻ തോന്നിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഡിസൈൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഷാല്ലാ നൽകാം. പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നവീകരിച്ച ഷോറൂം കഴിഞ്ഞ സെപ്റ്റംബർ 18 ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ ഒരു സമ്മാന പദ്ധതി ഒരുക്കിയത്. സെപ്റ്റംബർ 18 നമ്മുടെ 35 ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ റെനോവേറ്റഡ് ഷോറൂം ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ആ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഒരു ഗോൾഡൻ പ്ലേറ്റ് ഗീവ് അവേ എന്നുള്ളൊരു പ്ലാൻ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഓൾ ഓവർ കേരള നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. വളരെ ഹാപ്പിയാണ്. പിന്നെ താങ്ക്സ് ടു ബാസിം ആൻഡ് ഓൾ അവർ ഫ്രണ്ട്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് കൺഗ്രാജുലേഷൻ ടു ദ ലക്കി വിന്നേഴ്സ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. നവകേരള സദസ്സല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവഗുണ്ടാ സദസ്സാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA. ദൂർത്തിന് ജനം മറുപടി നൽകും. നവകേരള സദസ്സിനെതിരെ ഷൊർണൂരിൽ UDFന്റെ വിചാരണാ സദസ്സ്. ഒറ്റപ്പാലം പാലാട്ട് റോഡ് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഒരു പ്രവർത്തനങ്ങൾക്കും കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് മുസ്ലിം ലീഗ്. KPCCക്കും പ്രതിപക്ഷ നേതാവിനും ലീഗ് കത്ത് നൽകി. അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ സ്റ്റേഷന്റെ മുഖച്ഛായ മാറും. പ്ലാറ്റ്ഫോമുകൾക്ക് പൂർണ്ണമായും മേൽക്കൂരയും ആധുനിക സൗകര്യങ്ങളും ഒരുക്കും. രാജ്യത്തെ ഫെഡറലിസം തകർക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് KSTA പാലക്കാട് ജില്ലാ സമ്മേളനം. കോൺഗ്രസ് നേതൃത്വം വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിമർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.